Hello guys, welcome to our channel. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു വീഡിയോ. അതെന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്കൂള് തുറക്കാണ്. എപ്പോഴാണ് സ്കൂൾ തുറക്കണേന്ന് അറിയാമോ അമ്മയ്ക്ക്? നല്ല വെയില്. ജൂലൈയിലോ? ജൂൺ 2 സ്കൂൾ ഓപ്പൺ ചെയ്യും. അപ്പോ എന്തൊക്കെ വാങ്ങിക്കണം? ബാഗ് വാങ്ങണം, ലഞ്ച് ബോക്സ് വാങ്ങണം, അല്ലേ? വാട്ടർ ബോട്ടിൽ വാങ്ങണം, ഇതെല്ലാം വാങ്ങിക്കണം. കഴിഞ്ഞ വർഷമൊക്കെ ആമിയുടെ സ്കൂളിൽ നിന്ന് തന്നെ ഇതെല്ലാം തരുമായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊന്നും വാങ്ങിക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആമിയുടെ സ്കൂളിൽ നിന്ന് ഇതൊന്നും തരില്ല. ഈ സ്കൂളിലല്ലേ, നമ്മൾ പുറത്തൊന്നും മേടിക്കണം. അപ്പൊ നമ്മൾ ഇതൊക്കെ വാങ്ങിക്കാൻ പോകണം. ആദ്യമായിട്ടാണ് ആമിക്കുട്ടി ബാഗൊക്കെ വാങ്ങിക്കാൻ പോണം, സ്കൂൾ ബാഗൊക്കെ. അതിന് സന്തോഷമില്ല ആമിക്ക്? എന്നാ ശരിയാക്കി. അപ്പൊ നമുക്ക് പോയാലോ? അതെ, ഉറക്കെ പറയണം. എന്ത് കളി? കണ്ടുപിടിക്കുന്ന വേർഡ്സ്. എന്ത്? ഇവിടെ നോക്കുമ്പോൾ എന്തെങ്കിലും വേർഡ്സ് കണ്ട അവരെവിടെയാണ് കാണിച്ചു തരാം. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സൈഡിലൊക്കെയുള്ള ബോർഡൊക്കെ വായിച്ചിട്ട് അത് എവിടെയാണെന്ന് പറയണം, അല്ലേ? അപ്പൊ ഞാൻ ആദ്യം പറയട്ടെ. എന്നാ ആമിക്കുട്ടി പറ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. JCB അത് എഴുതിയേക്കണല്ലോ. അത് ഇതല്ലേ? ഇത് JCB അല്ലേ? അവിടെ JCB എഴുതിണ്ടായിരുന്ന. അപ്പൊ ആമിക്ക് ഒരു പോയിന്റ്. ഇനി ഞാൻ പറയട്ടെ. IELTS കഴിഞ്ഞു പോയി. ഇനി ആമിക്കുട്ടി പറ. കാക്കനാട് എല്ലായിടത്തും ഇതുണ്ടാവുമല്ലോ. ഇതെന്നാ കാക്കനാട്? സെന്റ് ഫ്രാൻസിസ് ചർച്ച് കാക്കനാട്. ഇനി ഞാൻ പറയട്ടെ. സൊമാറ്റോ. കൊറേ സ്ഥലത്തുണ്ടായിരുന്നു വണ്ടിയില് സൊമാറ്റോയുടെ ബാഗ്. ഇനി ദേശീയ പണിമുടക്ക് 9-ാം തീയതി ജൂലൈ. ഞാൻ വെറുതെ വായിച്ചതാ ബോർഡ്, അല്ലാതെ പറഞ്ഞല്ലോ. ഇനി ആമിക്കുട്ടിയല്ലേ പറയണ്ടേ? ഞാൻ ഔട്ടായില്ലല്ലോ. നമുക്ക് പോയിന്റ് കിട്ടിയില്ല. ഞാൻ പറയണോ? ഇവിടെ ബോർഡൊന്നും ഇല്ലല്ലോ. ബോർഡില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് 402 ഇനി ഞാൻ പറയട്ടെ. നെസ്റ്റ് ഡിജിറ്റൽ. ആമി വരാപ്പോ. ആമിയല്ല വിൻ ചെയ്തേ. അപ്പൊ എനിക്ക് എത്ര പോയിന്റ്? 2. വണ്ടിയുടെ ഉള്ളിലല്ലേ? തേന ഡ്രൈവ് മോഡ്. ഡ്രൈവ് പറഞ്ഞ മോഡ് അടിയിലുണ്ട്. ഫുൾ സെന്റൻസ് അല്ല, മോഡ് മാറ്റം പറയണം. ഹാർഡ് മോഡ് മാത്രം. ഔട്ടല്ലേ? ഇല്ല, ഞാൻ ഔട്ടായിട്ടില്ല. അച്ഛൻ കാണിച്ചെന്നാണോ എന്താണ് മോഡ്? ഏട്ടൻ എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട് അവൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? അത് പൊളി. അത് പൊത്തി പിടിച്ച് വെച്ചേക്കണ്. എവിടെ? ഇത് ഇപ്പോഴാണ് ഓപ്പൺ ആക്കിയത്. പൊത്തി പിടിച്ച് വെച്ചേക്കണായിരുന്നു. ഞാനങ്ങനെ ചെയ്യോ? ആമി തന്നെ വിന്നായി. അപ്പൊ ആമി തന്നെ പറഞ്ഞെടുത്തത്. എയർടെൽ വാർണിംഗ് സ്പാ. സമ്മർ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ പറയട്ടെ. ഒബ്രോ മോൾ. അതാണ്
എവിടെ ഏത് അല്ല എന്താണ് ഇല്ല 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 കാണിച്ചു കൊടുത്ത അത് കാണിച്ചു കൊടുത്തിട്ട അത് കാണിച്ചു കൊടുത്ത അച്ഛത് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഞാൻ കണ്ടു. ഇനി ഞാൻ പറയട്ടെ സിവിൽ ലൈൻ വെയിലോ കാണിച്ചു കൊടുക്കണം. എന്താണ് കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല. കാണിച്ചു കൊടുക്കട്ടെ ഏട്ടൻ. ഏട്ടാ കാണിച്ചു കൊടുത്തത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്താണത്? എന്താണ് എന്നിട്ട് പൊട്ടി കണ്ടില്ല. എന്താണ് സിവിൽ ലൈൻ എവിടെ? അത് പോയി സിവിൽ ലൈൻ കഴിഞ്ഞതിനകത്ത് മാപ്പില് കഴിഞ്ഞ റോഡായിരുന്നു സിവിൽ ലൈൻ റോഡ്. അതിന് അതിന് ആമിക്കുട്ടി പറ ദൂരം ഉണ്ട്. എന്തോരം ബോർഡുള്ള അവള്. ഞാൻ പറയട്ടെ ഇവിടെ ഞാൻ ചിങ്കിയിട്ട് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയോ? ബട്ടർഫ്ലൈ? Where is butterfly? ഇപ്പോഴും ഉണ്ട്. സിവിൽ ലൈൻ കണ്ടോ നേരത്തെ പറഞ്ഞ. പക്ഷെ ബട്ടർഫ്ലൈ കണ്ടുപിടിക്കേ. ബട്ടർഫ്ലൈയോ? ഇതാണോ? അത് റോജിട്ടാ. എവിടെ? എന്റെ മൊബൈൽ പൗച്ചില് ബട്ടർഫ്ലൈ. ഓക്കെ ഞാൻ ചെയ്ത അപ്പൊ ക്ലാസിക്കാ ഇപ്പോഴുണ്ട്. എനിക്ക് പറഞ്ഞു പോയേ പോയേ പറയാ. ക്ലാസിക്കാ ഇൻസൈഡ് ആണോ? ഇൻസൈഡ്. ഇൻസൈഡാ? ഇൻസൈഡ് ഔട്ട്. ഇൻസൈഡ് ദ കാർ. യെസ്. എന്താ ചോദിച്ചാ ക്ലാസിക് അല്ലേ? ബിഗ് ബോയാ? അതെ അതെ ബിഗ് ബോയ്. ബിഗ് ബോയ് ബിഗ് ബോയ് നല്ല ശമ്പളം നേടൂ ബിഗ് ബോയ് അല്ലേ? ഇനി ഞാൻ പറയാം. അച്ഛപ്പനെ കൊണ്ട് താഴെ വീടും. ഇപ്പം താഴ്ത്തത് അവിടെ ഇരുന്നാ മതി. അമ്മ പറയും എന്താ മഴക്കാറുണ്ടോ? മതി കളി തോറ്റു കൊള്ളൂല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആമിക്കുട്ടി ജയിച്ചു. ആമിക്കുട്ടി ജയിച്ചു. ഇനി എന്താ വേണ്ട? ഇവളോട് കളി കളിക്കാൻ പറഞ്ഞ പിന്നെ അത് തലയിലാവും. റോജർ സോഫ്റ്റ്. എവിടെ റോജർ സോഫ്റ്റ്? ടുഡേ മേടിക്കാം. ടുഡേ ടുഡേ മറന്നുപോയല്ലോ. ടുഡേ ടുഡേയോ? എനിക്കറിയാൻ പാടില്ല. ഇവിടെ അവിടെ തന്നെ വായിക്കുന്നത്. ടുഡേ 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 ഛർദിച്ചോ? ഛർദിച്ച പോലെ തന്നെ ഉണ്ട്. എന്താണ് വേണ്ടത്? മ്യൂസിക്കാ? ദേന മ്യൂസിക്. എവിടെ ദേന മ്യൂസിക് പേര് അതാണ് പറഞ്ഞ മ്യൂസിക്. എവിടെ 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 എടാ ആമസോൺ മ്യൂസിക്. ആമസോണില്ല. അത് മ്യൂസിക് അത്ര നോക്കിയാൽ മതി. ഔട്ടായി. ഇവിടെ കുഞ്ഞു മ്യൂസിക് ഉണ്ട്. അതും ആമസോൺ മ്യൂസിക് തന്നെയാണ്. ആമസോൺ എഴുതിയാ ഇല്ല.
അത് ആമസോൺ മ്യൂസിക് തന്നെയാണ്. പോടാ, ഇത് മൊത്തം കള്ളക്കളിയോട് കളിക്കാൻ പോകുന്നത്. ഓക്കെ ആമസോൺ മ്യൂസിക് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ പറയട്ടെ, കൊറേ ആയില്ല ഹാമി പറയണേ. ഞാൻ പറയട്ടെ, ഇന്ത്യൻ ഓയിൽ. അതെന്ത് സിമ്പിൾ. ആ ബോറടിക്കണം. ഒരു ലാസ്റ്റ് വേർഡ് ഞാൻ പറയട്ടെ. ആ ലാസ്റ്റ് ബേക്ക്. ബേക്കോ? ബേക്ക്. ബേങ്ക്. ബാങ്ക് ബാങ്ക് ബേങ്ക്. ബാങ്ക് എനിക്കറിയാം. എവിടെ? HDFC ബാങ്ക്. അല്ല. ബാങ്ക് ഉള്ളില് കാറിന്റെ ഉള്ളില്. കാറിന്റെ ഉള്ളില് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഉണ്ട്. ബാങ്ക് എനിക്കറിയാം. അച്ചട പേഴ്സില് ATM കാർഡിന്റെ ബാങ്ക്. കറക്റ്റ്. ഒന്നും കൂടി മതി വീട്ടിൽ തന്നെ പരിപാടി ഉണ്ടോ? ഇനി നമുക്ക് വേറെ കളി കളിക്കാം. അവിടെ എത്തണവരെ ആരാണ് മിണ്ടാണ്ട് ഉറങ്ങണേന്നൊക്കെ. അപ്പൊ ഒറ്റക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ രണ്ടോളം മാത്രമേ ഉള്ളൂ കളി. എനിക്ക് നല്ല തലവേദന ഉണ്ട്. ഞാൻ പനിക്ക് മരുന്ന് കഴിച്ചിട്ട് വന്നേക്കണ. ഞാൻ കഴിച്ചു. ഞാൻ എന്താ ഇന്നറിയോ, ഭക്ഷണം കഴിക്കണേക്ക് മരുന്ന് കഴിച്ചു. എൻ്റെ കൂടെ ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പൊ എൻ്റെ മരുന്ന് പറയും. ഈ കളിയില് ആമി വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. കൈയടിക്കേ. ഈ കളി നിർത്തിയാലോ? വേണ്ട. ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. എന്തിനു രാവിലേക്ക് എന്തിനു വയ്യായികയെന്ന് എനിക്ക് പെട്ടെന്ന് വയ്യായിക മാറിയല്ല. പുറത്തിറങ്ങാൻ ഫ്ലാറ്റുള്ള വലിയതാണ്. ഫ്ലോറാണ് ഈ ബിൽഡിംഗ്. ഞാൻ പാപ്പൻ എന്തോ കാണിക്കണ്ടല്ലോ. ബായ്. ബാഗ് സംഭവം അത് വലിക്കണമെന്ന് നോക്കി സെറ്റാക്കി. സ്കൂളിലോട്ട് ടൂറ് പോണേന. വേറെ നോക്ക്. ഒരെണ്ണം കണ്ടോടനെ ഫിക്സ് ചെയ്യണ്ട. വേറെ അതുമല്ല, ആദ്യം ബാഗ് വാങ്ങിക്കാം. ഓരോന്നോരോന്ന്, അല്ലെങ്കിൽ എല്ലാം കൂടി വാങ്ങിക്കുമ്പോൾ കൺഫ്യൂഷനാവും. ഇത് വേറെ ഉണ്ടോ? നോക്കട്ടെ. എല്ലാം സെയിം യൂണിക്കോണുള്ളൂ. അപ്പൊ യൂണിക്കോണാണ് ഇഷ്ടം. ഇതാകുമ്പോൾ വേറെ വേറെ ബാഗാണ് മതിയായിരിക്കും. ഒരു ദിവസം ഓരോ ബാഗ്. ഫിക്സ് ചെയ്താൽ ഇത് എത്ര വരുന്നേ? അത് 1290 അവിടെ കുഞ്ഞുങ്ങളവിടെ ഇല്ല. യൂണിക്കോൺ. ഓരോ ദിവസം എത്ര? രണ്ടെണ്ണം ഉള്ളൂ? മൂന്നെണ്ണം ഉള്ളൂ അല്ലേ? കൊള്ളാം. വെറൈറ്റി കളക്ഷൻസ്. അത് കൊള്ളാം. അത് നോക്ക്. ഇതാകുമ്പോൾ ഇതും കൊള്ളു അല്ലേ? വാട്ടർ ബോട്ടിൽ. അയ്യോ, രണ്ടും എങ്ങനെ പോകുന്നു? ഇത് പിടിച്ചോണ്ട് പോകാനുള്ളതല്ലേ ഇങ്ങനെ? അച്ഛനെ എത്ര വരുന്നത്?
അതും 270, 290, 240. നശിപ്പിച്ചോണ്ട് വരരുത് കേട്ടോ, എഴുതിക്കൊണ്ടെന്ന് വരരുത് ഇതിനകത്ത്. സ്ട്രോ വേണമെങ്കിൽ ഇങ്ങനെയും കുടിക്കാം. അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ, പർപ്പിൾ ഉണ്ട്, ആഷ് ഉണ്ട്, ബ്ലൂ ഉണ്ട് കേട്ടോ. ഇതാകുമ്പോൾ മറ്റേ കൊള്ളുകയും ചെയ്യും ബാഗ്. അതെ ഇതെടുത്ത് പിങ്കോ. ആ എത്ര? അത് കൊള്ളാം. എത്ര കുടിക്കുള്ളൂ? എത്ര കുടിക്കാം? അതന്നെ കുടിക്കാൻ നോക്കാം. ഇത് എത്ര വരുന്നുണ്ട് ചേച്ചി? 220. വാഷ് ചെയ്യാനൊക്കെ സുഖമാണ്. മതിയോ? ഓക്കെ. അത് വേണോ? ഷാർപ്നർ ഒന്നും വേണ്ട, അതൊക്കെ ഉണ്ട്. ഒരു കൂട്ടിയാൽ മതി ഒരെണ്ണം. കിട്ടുന്ന കൊടയുണ്ടോ? ഇത് വേണ്ടറാ? ഇത് കൊള്ളാല്ലേ ആമിയുടെ കയ്യിലുള്ള? പക്ഷെ പെട്ടെന്ന് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാലേ ആണോ? ഒരു കുട വാങ്ങിച്ചു കൊടുക്ക്. ആമിക്കുട്ട എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ്? ആമിക്കുട്ട എല്ലാം കിട്ടിയോ? അത്രയ്ക്ക് സാധനങ്ങളൊക്കെ കിട്ടിയോ? അംബ്രല്ല അവയ്ക്ക് ഫസ്റ്റ് ടൈം അല്ലേ അംബ്രല്ല വാങ്ങിക്കുന്നത്? കുഞ്ഞില് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞി മിനിയാ. കുഞ്ഞില് വാങ്ങിച്ചിട്ടുണ്ട്, അത്ര തവണ വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പൊ എന്താ രണ്ടാമത്തെ സമയ വലുതായിട്ട് വലിയ അംബ്രല്ല ആദ്യം ഉണ്ടല്ലോ. ചെറിയ അമ്പലത്തിൽ ചെറുതാ. കുറേ സാധനങ്ങൾ വാങ്ങിച്ചത്. ഹാപ്പിയായോ? സാധാരണ ആമിക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഇതൊക്കെ കിട്ടാറല്ലേ, അപ്പോൾ ഈ ഒരു സന്തോഷം ഉണ്ടാവാറില്ല കൊച്ചിനല്ലേ. സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോരും. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. ഇത് കാറിൽ കൊണ്ടുപോയി ഡിക്കിയിൽ വെക്കാം. എല്ലാവരും സ്കൂളുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു മാമി? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ ബാഗൊക്കെ വാങ്ങിയിട്ട് അല്ലേ? ആദ്യമായിട്ടാണ് ആമിക്കുട്ടിക്ക് ബാഗും ഇതൊക്കെ വാങ്ങിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ എല്ലാം ആമിയുടെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടാറ്. ഒരു ഡേറ്റ് പറയും, ആ ഡേറ്റിൽ നമ്മൾ സ്കൂളിൽ പോയിട്ട് ഇതെല്ലാം എടുത്തിട്ട് വരും. അങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ആമിക്ക് ഇഷ്ടപ്പെട്ട ബാഗുകളല്ലേ. സൂപ്പർ ബാഗാണല്ലോ, വെറൈറ്റി ബാഗ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ആമിയുടെ ബാഗ് നല്ല ബാഗായിരുന്നു സ്കൂളിൽ നിന്ന് കൊടുത്തത്. അതൊന്നും ആയിട്ടില്ല. എന്നാലും ഇത്തവണ പുതിയത് വാങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ല. ഇങ്ങോട്ട് പറയട്ടെ, പുതിയത് വാങ്ങിയത് പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചേഴ്സ്, പുതിയ ക്ലാസ് റൂം, ഇതൊക്കെ ആയതുകൊണ്ടാണ് പുതിയ ബാഗ് വാങ്ങിയത് കേട്ടോ. എന്ന് കരുതിക്കൊണ്ട് എല്ലാ വർഷവും പുതിയ ബാഗൊന്നും വാങ്ങിച്ചു തരില്ല കേട്ടോ. അടുത്ത വർഷം ഈ ബാഗും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാഗൊക്കെ തന്നെ ഉപയോഗിക്കണം. വർഷം ബാഗൊന്നും വാങ്ങിച്ചു തരില്ല. ഓക്കെ, ചീത്തായി കഴിഞ്ഞാൽ മാത്രമേ വാങ്ങിച്ചു തരുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വർഷം മേടിച്ച ബാഗ് ചീത്താവും, ബ്രാൻഡഡ് അല്ല. കഴിഞ്ഞ വർഷത്തെ അമേരിക്കൻ ടൂറിസ്റ്റ് ആയിരുന്നു, നല്ല ബാഗായിരുന്നു. അതിപ്പോഴും അതേപോലെ തന്നെയുണ്ട്. അത് പോട്ടെ, സാരില്ല, പുതിയ സ്കൂളിൽ പോവല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വർഷം ബാഗൊന്നും ഇല്ല. ലഞ്ച് ബാഗ് മിക്കവാറും കേടാവാനുള്ള സാധ്യതയുണ്ട് അടുത്ത വർഷം. അവിടെ ലഞ്ച് ബാഗ് വാങ്ങിച്ചു തരും. വാട്ടർ ബോട്ടിൽ ഒരു വർഷം ആമിക്ക് ബോട്ടിൽ 3 എണ്ണമൊക്കെ മേടിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആക്കി നശിപ്പിച്ചുകൊണ്ട് വരും. ഇത്തവണ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. സൂക്ഷിക്കണം കേട്ടോ. ഇത്തവണ മുതൽ പുതിയ സ്കൂള് പുതിയ കുട്ടിയായിരിക്കണം. എല്ലാം സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ കേട്ടോ.
കൊട വാങ്ങിട്ട് എന്തിനാ കൊട വാങ്ങിയത്? കൊടയൊന്നും ഉപയോഗിക്കാൻ സാധ്യതയില്ല. അഥവാ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊട ബസ്സില് വെള്ളാവൂല. പക്ഷെ റെയിൻ കോട്ട് ഇട്ട എന്റെ ബാക്കിൽ ഇതാവൂല. സീറ്റിലിരുന്ന മൊത്തം ഇതാവും ബസ്സില്. അത് ഉപയോഗിക്കാൻ അറിയാം. കൊട എനിക്ക് തോന്നണില്ല യൂസ് ചെയ്യുന്ന. 2 ദിവസം കഴിയുമ്പോൾ തന്നെ അത് പോകും. എന്നാലും കുഴപ്പമില്ല, ആദ്യമായിട്ട് വാങ്ങിക്കുന്നല്ലേ, വലിയ റേറ്റ് ഒന്നും കൊടുക്കില്ല അല്ലേ? അധികം റേറ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കൊടാവടി പെൻസില് ഒക്കെ വാങ്ങി. അമ്മയൊക്കെ പണ്ട് വാങ്ങിക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് ആമിക്കുട്ടിക്ക് വാങ്ങിച്ചില്ല. എന്താണെന്നറിയോ? സ്കെച്ച് പെൻ, കളർ പെൻസില്. ആമിക്ക് അവിടെ കുറെ വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാണ്ടിരുന്നത്. അമ്മയൊക്കെ എല്ലാ വർഷവും അങ്ങനെ വാങ്ങിക്കായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. ആമി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ മേടിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് എടുത്തത് അല്ലെ, എന്നും ഓർമ്മയിലുണ്ടാവാൻ അല്ലെ. ആമിക്ക് അത് കാണണം തോന്നും. ആമി ബിഗ് ഗേളൊക്കെ ആയി കഴിയുമ്പോൾ ആമിക്ക് ഇങ്ങനെ കയറി ആമിയുടെ ചാനലിൽ കയറി കാണാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നിങ്ങൾ കുട്ടികളെല്ലാരും വാങ്ങിച്ചോ? ബാഗൊക്കെ വാങ്ങിച്ചോ? ചോദിക്കോ അവരടുത്ത്. ബാഗൊക്കെ എല്ലാരും സൂക്ഷിക്കണം അല്ലേ? അപ്പൊ ഈ വർഷം ബാഗ് വാങ്ങിക്കാത്തവരൊക്കെ അടുത്ത വർഷം സൂപ്പർ ബാഗൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാ കുഞ്ഞു മക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അപ്പൊ പുതിയ ക്ലാസ്സില് പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുക. എല്ലാ കുട്ടികളും നന്നായി പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും.